ഹായ് ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഠന പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങളെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ സ്കൂളിൽ നിന്ന് നേരിടുന്ന അതല്ലെങ്കിൽ ആ സ്കൂളുമായി ബന്ധപ്പെട്ട കാരണങ്ങളൊക്കെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ വീട്ടിലും ആ കുട്ടി ജീവിക്കുന്ന സമൂഹത്തിലും ആ കുട്ടി നേരിടുന്ന പ്രശ്നങ്ങളും കാരണങ്ങളും ഒക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞു തുടങ്ങാം. ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ വീട്ടില് പഠിക്കാൻ പ്രയാസമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, അപ്പോ ഒരു ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം? അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ആ കുട്ടിയുടെ പാരന്റ്സ് തമ്മിലുള്ള പ്രശ്നങ്ങള്. അതായത് ചിലപ്പോൾ ഡിവോഴ്സ് ആയിട്ടുള്ള പാരന്റ്സ് ആയിരിക്കും. കുട്ടിക്ക് ഒരു ഉമ്മാന്റെ സ്നേഹം കിട്ടൂല, അതല്ലെങ്കിൽ ഒരു ഉപ്പാന്റെ സ്നേഹം കിട്ടൂല, അതല്ലെങ്കിൽ എന്താ പറയാ, ഇവര് രണ്ടുപേര് തമ്മിൽ എപ്പോഴും കച്ചറയായിരിക്കും, എപ്പോഴും അടിയായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നുണ്ടാവോ, പിന്നെ നമ്മള് വഴക്കിടുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ കുട്ടി നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന്? എല്ലാരും കരുതുക എന്താ, നമുക്ക് ദേഷ്യം വന്ന ഭർത്താവല്ലേ എന്തെങ്കിലുമൊക്കെ പറയാം. ആ കുട്ടികളെ മുമ്പിൽ വെച്ചാണ് പലതും 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 വിളിച്ചു പറയും. എന്താ പറയാ, നമ്മൾ കുറച്ച് ചെയ്താലേ എന്താവും, സോൾവ് ആകുന്നുണ്ടാവും. പക്ഷെ കുട്ടി ഇതൊന്നും അറിയുന്നില്ലല്ലോ. കുട്ടിക്ക് ഇതൊക്കെ എന്താണ്, മാനസികമായിട്ട് വല്ലാത്തൊരു സംഘർഷത്തിന് ഇടയാക്കുന്നുണ്ട്. ഓക്കെ, വീട്ടില് പാരന്റ്സിന്റെ വഴക്കിടല് നല്ല കാരണമായിട്ട് വരുന്നുണ്ട്. അപ്പോ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ മക്കള് ഇതൊക്കെ കണ്ടിട്ട് അവർ വല്ലാണ്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിടല്. എനിക്ക് തോന്നുന്നത് സഹോദരങ്ങൾ തമ്മിൽ വഴക്കിടുമ്പോ ആ ഒരു സമയത്തുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ അത് കഴിഞ്ഞാൽ അവരൊന്നാവും. പക്ഷെ അതിന്റെ ഇടയില് വക്കാലത്ത് പിടിക്കാൻ ചിലപ്പോ ഉമ്മമാരൊക്കെ പോകും. അതായത് ഞാൻ ഇന്നാളെ ഭാഗത്താണ്, മറ്റേ ആളെ പോയിട്ട് അടിക്കലും, മൂത്താക്ക് നല്ലോണം ചീത്ത കൊടുക്കലും, ഇളയാക്ക് എന്താ പറയാ പൊട്ടമോനെ ചാലില്ലാന്നൊക്കെ ആരംഭിച്ച് കൂടെ കൂട്ടൽ, അങ്ങനത്തെ ഒക്കെ പല സാഹചര്യങ്ങളും കണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മക്കളല്ലേ, മക്കള് വലുതായി കഴിഞ്ഞാൽ നാളെ സമൂഹത്തിലേക്ക് എത്തേണ്ടവരാണ്. അപ്പോ വീട്ടിലാവുമ്പോ എന്താവും, ചെറിയ രീതിയിൽ വഴക്കും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും. അതാ സ്വാഭാവികമാണ്, എല്ലാ കുട്ടികൾക്കിടയിലും ഉണ്ടാവും. അപ്പൊ കുട്ടികളെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കാൻ, കുട്ടികളെ മുമ്പിൽ തന്നെ അവൻ മോശമാണ്, അവൻ അങ്ങനെയാണ്, ഇനി അവനോട് ഒരിക്കലും ഉണ്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ ഇടയിൽ വല്ലാത്ത വർഗീയത കൊണ്ടുവരുത്താതിരിക്കുക. അത് പാരന്റ്സ് നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത കാര്യമാണ് തിങ്ങി നിറഞ്ഞ വീട്ടിലെ ഒരവസ്ഥ. അതായത് ഒന്നിനും സൗകര്യം ഉണ്ടാവൂല. പിന്നെ എല്ലാം ഒരു ഉമ്മാമാന്റെ മക്കള് മുഴുവൻ ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പൊ എന്താ പറയാ, ഈ കുട്ടിക്ക് പുസ്തകങ്ങൾ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ചിലപ്പോ എവിടെങ്കിലും വെച്ചാല് ചെറിയ കുട്ടിയുടെ അടുത്ത് കീറിക്കളയുന്ന അവസ്ഥ, പഠിക്കാൻ നല്ലൊരു സാഹചര്യം ഉണ്ടാവൂല. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മദ്യപിച്ചെത്തുന്ന പാരന്റ്സ്. ചിലപ്പോ മുമ്പൊക്കെ വെച്ച് കഴിഞ്ഞാല് ആണുങ്ങൾക്ക് മാത്രമായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ അങ്ങനെയില്ല, ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. എന്തിനെങ്കിലുമൊക്കെ അഡിക്റ്റ് ആയിരിക്കും. ചിലപ്പോ മദ്യത്തെക്കാളും വലിയ അഡിക്ഷൻ ആണ് ഫോണ്, അതേപോലെ സീരിയല്, റീൽസ്, അതുപോലെയൊക്കെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ട് കുട്ടികളെ ഒരു തരത്തിലും നമ്മൾ മൈൻഡ് ആക്കൂല. അവരെ കാര്യങ്ങൾ അന്വേഷിക്കൂല, അവർ ഇങ്ങോട്ട് എന്തെങ്കിലും പറയാൻ വന്നാൽ കേൾക്കൂല. അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാന്. പിന്നീട് വീട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് എന്താ പറയാ, വിദ്യാഭ്യാസം ഒട്ടും ഇല്ലാത്ത പാരന്റ്സ്. ചില പാരന്റ്സിന് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും എന്റെ മക്കള് നന്നായി പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ള പാരന്റ്സിന് തീരെ അവർക്കും ഒന്നും കിട്ടിയിട്ടില്ല, ഇനി ഏതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കണ പാരന്റ്സും ഉണ്ടാവും. പേരിന് വേണ്ടിയിട്ട് വെറുതെ സ്കൂളിലായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. കുട്ടികളായിട്ട് എന്താ പറയാ, വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരുവിധ ശ്രദ്ധയും കൊടുക്കാത്ത പാരന്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ വീട്ടിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ്. ഇതിന് പുറമെ വേറെയും പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഞാൻ ഇത്രേ നോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തില് പല തരത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഇപ്പൊ ചിലപ്പോ എന്താ പറയാ,
ചില പാരന്റ്സിന് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവും, ഹൈ ക്ലാസ് ലോ ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ പുറമെയുള്ള ആൾക്കാർ പറയും ഇവന്റെ മക്കളല്ലേ പഠിച്ചിട്ട് എന്താവാനാ. ചില വയസ്സായ ആൾക്കാരുണ്ടാവും, ജോലിയും കൂലിയും ഒന്നും ഇല്ലാണ്ട് പീഡകോലത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെന്താക്കും, കുട്ടികളെ ഇങ്ങനെ പറയാം നിന്റെ ഉപ്പ അങ്ങനെയല്ലേ, അല്ലെങ്കിൽ നിന്റെ ഇവരങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്താക്കും, പഠിക്കുന്ന കാര്യം നീ ഒന്നും പഠിച്ചിട്ട് എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ കുട്ടികളുടെ മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകളും ആശങ്കകളും ഒക്കെ നിറച്ചു കൊടുക്കും. പഠനത്തിനോട് വലിയൊരു ഇതുണ്ടാവില്ല. പക്ഷെ നല്ലൊരു സമൂഹത്തില് നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടത്. ഒരിക്കലും കുട്ടികളെ പാരന്റ്സിനെ നോക്കി ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ പാരന്റ്സ് ചിലപ്പോൾ കള്ളനായിരിക്കാം, മദ്യപാനായിരിക്കാം, പലതരത്തിൽ തെറ്റ് ചെയ്യുന്ന ആയിരിക്കാം എന്ന് കരുതി അവരെ മക്കളും അതേപോലെ ആവണമെന്നില്ല. നമ്മള് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ സഹവസിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ എന്താ കൊടുക്കേണ്ടത്, മോശ കാര്യമല്ല, എത്ര മോശമുള്ള ആൾക്കാരെയും ചേർത്ത് പിടിച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളെ സമൂഹവും വീടും സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഒരു കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് കുറേ പറയാനുണ്ട്. ഇൻഷാ അള്ളാ അത് നെക്സ്റ്റ് പറയുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.